Hello guys, welcome to S2 Jam. Today we are discussing the fantasy cricket match preview between RR and KKR. Match Barsapara Cricket Stadium Guwahati, which is another high scoring venue. So I'm expecting a score around 180 to 200 in this match as well. So another high scoring encounter is going to happen today. Okay. Wicket keeper section, we can see three players: Sanju Samson, Quinton de Kock, and Dhruv Jural. Sanju Samson will not keep the wickets, he will come as an impact player only. ഫസ്റ്റ് ത്രീ മാച്ചസിലും റയാൻ പരാഗാണ് ക്യാപ്റ്റൻ. സോ സഞ്ജു സാംസൺ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. ധ്രുവ് ജൂറൽ വിൽ കീപ് ദ വിക്കറ്റ്സ്. ബീങ് ദ വിക്കറ്റ് കീപ്പർ ഹിസ് ഫാൻറ്റസി വാല്യൂ വിൽ ബി ഹൈ ആൻഡ് ഹീ ഈസ് ഇൻ റെഡ് ഹോട്ട് ഫോം ആസ് വെൽ. പ്രാക്ടീസ് മാച്ചിന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് മാച്ചിൽ റൺ സ്കോർ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ഷോട്ട്സ് ആണ്. എഡ്ജ്ഡ് ഷോട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോട്ട്സ് വളരെ കുറവാണ്. മോസ്റ്റ്ലി മിഡിൽ ടു ഷോട്ട്സ് ആണ് കൂടുതൽ. സോ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, ഇൻഫോം ബാറ്റ്സ്മാൻ. ഐ എം ഗോയിങ് വിത്ത് ധ്രുവ് ജൂറൽ. അഗെയിൻ ഐ എം ഗോയിങ് വിത്ത് സഞ്ജു സാംസൺ. യു നോ ഹിസ് ടാലൻറ്റ്. ഇൻഫോമാണ്. ചെറിയ ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്, ദാറ്റ്സ് വൈ ഹീ ഈസ് കമ്മിങ് ആസ് എൻ ഇമ്പാക്ട് പ്ലെയർ. ബട്ട് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ. ആദ്യത്തെ മാച്ച് നമ്മൾ കണ്ടതാണ്, ഹി വാസ് പ്ലേയിങ് വെരി ഗുഡ് ആൻഡ് മേജർ ത്രെഡ്സ് ഒന്നുമില്ല. സഞ്ജു സാംസൺ ഉള്ള ഒരു വൺ ഓഫ് ദ മേജർ ത്രെട്ടായിരുന്നു വാനിൻഡു ഹസരംഗ. ഒരു റോയൽ ചലഞ്ചേഴ്സിനെതിരെ ഹിസ് റെക്കോർഡ്സ് വാസ് ലോ ജസ്റ്റ് ബിക്കോസ് ഓഫ് വാനിൻഡു ഹസരംഗ ഇൻ ദ ഓപ്പോസിറ്റ് ടീം. ബട്ട് ഈ ഒരു മാച്ചിൽ, ഈ ഒരു സീസണിൽ വാനിൻഡു ഹസരംഗ RRലുണ്ട്. സോ ദർ ഇസ് നോ മേജർ ത്രെഡ് ഫോർ സഞ്ജു സാംസൺ ബിക്കോസ് മേജറായിട്ട് ത്രെഡുള്ള ഒരു പ്ലെയർ ഇപ്പോൾ സ്വന്തം ടീമിൽ വന്നിട്ടുണ്ട്. സോ ദർ ഇസ് നോ മച്ച് ത്രെഡ് ഫോർ ദിസ് മാച്ച് ഫോർ സഞ്ജു സാംസൺ. ക്വിൻ്റൺ ഡി കോക്ക് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഈസ് നോട്ട് ഇൻ ഫോം. വെരി ബാഡ് ഫോമിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ മാച്ചിൽ 12 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ബട്ട് വിക്കറ്റ് കീപ്പറാണ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. വിത്ത് ദ കറണ്ട് പോയിന്റ് സിസ്റ്റം വി ക്യാൻ ഡ്രോപ്പ് ഹിം. കഴിഞ്ഞ മാച്ചിൽ മിച്ചൽ മാർഷ്, വി ഹാവ് പേഴ്സണലി ഐ ഹാവ് ഡ്രോപ്ഡ് മിച്ചൽ മാർഷ്, ബട്ട് ഹി സ്കോർഡ് എ ലോട്ട് ആൻഡ് അതുതന്നെ ഒരുപാട് ലീഗ്സ് കോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റിസൾട്ട് വളരെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആക്കി മാറ്റി. ബിക്കോസ് ആ ഒരു മാച്ച് മിച്ചൽ മാർഷ് ഉണ്ടായിരുന്നെങ്കിൽ 100% വിന്നിങ് സോണി വരേണ്ട ഒരു മാച്ചായിരുന്നു. സോ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ദറ്റ് റിസ്ക് അഗെയിൻ. ഗോയിങ് വിത്ത് ക്വിൻ്റൺ ഡി കോക്ക്. അല്ലെങ്കിൽ ഒരു 3 ക്യാച്ചസ് എടുത്ത് തന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ട്, എക്സ്ട്രാ ബോണസ് പോയിൻറ്റ് 8/3 പ്ലസ് ഒരു 8 എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ ബോണസ് പോയിൻറ്റ്സ് കൂടെ കിട്ടും. സോ വിക്കറ്റ് കീപ്പറാണ്, സ്റ്റംപിങ്, റൺ ഔട്ട് എല്ലാത്തിലും അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റോളാണ് വിക്കറ്റ് കീപ്പർ. ആൻഡ് ആൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വിത്ത് ദ കറണ്ട് പോയിന്റ് സിസ്റ്റം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡ്രോപ്പ് ഹിം. ബട്ട് അഗെയിൻ സേയിങ് ദർ ഇസ് എ ത്രെഡ്, ദാറ്റ് ഈസ് ഫസൽ ഹക്ക് ഫാറൂഖി. If Fasal Haq Farooqi is playing, then it's very difficult to pick Quinton de Kock as well. Okay, another major threat for him is Mahesh Theekshana. ഇതുവരെ മഹേഷ് തീക്ഷണ വിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും he is one of the major threat for him. I'm expecting Theekshana to come in the opening spell. either ഫസ്റ്റ് ഓവറോ സെക്കൻഡ് ഓവറോ ഒക്കെ മഹേഷ് തീക്ഷണ വന്ന് ബോൾ എറിയാൻ ചാൻസ് ഉണ്ട്. പവർ പ്ലേ തന്നെ എറിയാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ്, ലിറ്റിൽ ബിറ്റ് റിസ്കി ടു പിക്ക് ക്വിൻ്റൺ ഡി കോക്ക്. അനദർ ഒബ്സർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ KKRൻ്റെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ക്വിൻ്റൺ ഡി കോക്ക്, സുനിൽ നരൈൻ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്. 4 left-handers in the top 6 party. So definitely because of this, Mahesh Theekshana's fantasy value is high in this match. മഹേഷ് തീക്ഷണ ഈ ഒരു മാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. ഹി വിൽ 80 to 90% he will bowl in the power play in this match because നരൈൻ ഉണ്ട്, അതേപോലെ ക്വിൻ്റൺ ഡി കോക്ക് ഉണ്ട്. 2 left-handers opening the innings. മഹേഷ് തീക്ഷണ രണ്ട് പേർക്ക് മേജർ ത്രെട്ടാണ്. അതായത് ക്വിൻ്റൺ ഡി കോക്കിനാണെങ്കിലും സുനിൽ നരൈൻ ആണെങ്കിലും മേജർ ത്രെട്ടാണ് ആര്, മഹേഷ് തീക്ഷണ. ക്വിൻ്റൺ ഡി കോക്കിന് അനദർ മേജർ ത്രെട്ട് ഈസ് ഫസൽ ഹക്ക് ഫാറൂഖി. സോ ഈ രണ്ട് പ്ലേയേഴ്സ് ക്വിൻ്റൺ ഡി കോക്കിൻ്റെ വിക്കറ്റ് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് because of 4 left-handers in the opposition, Mahesh Theekshana is important in this match. Okay. Again going with the wicket keeping section. As of now I'm going with Quinton de Kock. ഒരുപാട് റിസ്ക് എടുക്കാൻ വയ്യ because of current point system. I'm picking Quinton de Kock. Even there is a chance for Quinton de Kock to get out under 10 runs, 10-20 runs. Okay. Batting section, Yashasvi Jaiswal, very important player. Venkatesh Iyer, I'm going with him considering the current point system, very important. I'm not expecting him to bowl, but if necessary he can bowl as well. Ajinkya Rahane in very good form. കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ മാച്ച് നമ്മുടെ ടീമിലുണ്ടായിരുന്നു. A lot of people dropped him, but we picked him in our team and he performed very well as well. Okay, Ringu Singh, if KKR bat first, then definitely 100% Ringu Singh will be in my team. As of now I'm dropping Ringu Singh and Shimron Hetmyer because Rajasthan Royalsൻ്റെ ടോപ്പ് ഒരു കുറച്ച് എന്താ പറയുക വീക്കാണ്. ടോപ്പിൽ ഒരു 2 വിക്കറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
ഒരു ഫിനിഷ് ചെയ്യാനുള്ള ഒരു പ്ലെയറാണ് ഷിംറോൺ ഹെറ്റ്മെയർ. ഇഫ് രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ഫസ്റ്റ് ഓർ ബാറ്റ് സെക്കൻഡ്, ദെൻ വാട്ട് ഓഫ് ദ കണ്ടീഷൻ ഹെറ്റ്മെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഹെറ്റ്മെയർ ഈസ് ഓൾവേസ് ഇൻ ക്യാച്ചിങ് പൊസിഷൻ. ഐ തിങ്ക് ഹീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഫോർ ദിസ് മാച്ച്. ഓക്കെ, ഇപ്പോൾ KKR ഒരു ഹ്യൂജ് സ്കോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചേസ് ചെയ്യുമ്പോൾ ഹെറ്റ്മെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ബാറ്റിംഗ് ഫസ്റ്റ് ആണെങ്കിലും ഹെറ്റ്മെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്ലസ് ഇൻ ക്യാച്ചിങ് പൊസിഷൻ ഐം ഗോയിങ് വിത്ത് ഷിംറോൺ ഹെറ്റ്മെയർ. All-rounder section, Sunil Narine is there, Andre Russell, Vanuatu Asarenka. I think Vanuatu Asarenka will play today. Ryan Parag is there. Going with Sunil Narine, Andre Russell, Ryan Parag. And if Asarenka is playing, then we have to change our combination. Like we have to drop one batsman from there, and we should pick Vanuatu Asarenka because he is important, not as a bowler, considering the all-round value. Lanka Premier League follow in our career. He is one of the top batsman and top bowler. Genuine all-rounder. He can do magic with both the ball and bat. Okay, so very important player. If he is playing 100%, Vanuatu Asarenka will be in my team. Ryan Parag, he can bowl as well, captain ആണ്. പ്ലസ് ഇൻ വെരി ഗുഡ് ഫോം. പ്രാക്ടീസ് മാച്ചിൽ എന്താണ് വളരെ അഗ്രസീവായിട്ട് കളിച്ച പ്ലെയറാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. റീസെൻറ്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഓൾസോ ഹീസ് ഇൻ ബെറ്റർ ഫോം. സോ ഐ എം പിക്കിംഗ് റയാൻ പരാഗ്. നിതീഷ് റാണ 1 down 2 down ബാറ്റിംഗ് ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ആൻഡ് കഴിഞ്ഞ മാച്ചിൽ ഒരു ഓവർ ചെയ്തിരുന്നു. ഒപ്പോണൻറ്റ് ടീമിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്, ചാൻസ് ഉണ്ട് ബോൾ എറിയാൻ. ഓക്കെ, ബട്ട് നോട്ട് ഇൻ ഫോം വിത്ത് ദ ബാറ്റ്. പിന്നെ അമൻദീപ് സിംഗ്, നോട്ട് ഇൻട്രസ്റ്റഡ് ടു പിക്ക് ഹിം. ബോളിംഗ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ജോഫ്ര ആർച്ചർ, മഹേഷ് തീക്ഷ്ണ. ഇഫ് യു ആസ്ക് മീ, I will rate Mahesh Theekshana high, very high in this match. So I am going with Mahesh Theekshana. If RR bowl first, Tushar Deshpande is important because he will bowl 20th over. Purple cap holder ആണ് 2024 സീസണിൽ highest wicket taker for CSK. So ഇമ്പോർട്ടൻ്റ് ആണ് if RR is bowling first. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ജോഫ്ര ആർച്ചർ ഗോട്ട് 74 റൺസ്. അതിൽ കൂടുതൽ റൺസ് കൺസീഡ് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയറാണ് തുഷാർ ദേശ്പാണ്ഡെ. ഒരു 80 റൺസ് കൺസീഡ് ചെയ്യാൻ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബോളറാണ് തുഷാർ ദേശ്പാണ്ഡെ. ബട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ അതുപോലെ ബാറ്റ്സ്മാൻ അടിക്കുന്നതുകൊണ്ട് തന്നെ ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് വിക്കറ്റ്സ്. സോ ഇഫ് RR ബോൾ ഫസ്റ്റ്, then straight forward choice Tushar Deshpande. But I am going with Mahesh Theekshana, considering the number of left-handers in top order in KKR team. 2 wickets are enough. Okay. പിന്നെ വരുൺ ചക്രവർത്തി ഉണ്ട്. യു ക്യാൻ ഡെഫിനറ്റ്ലി പിക്ക് വരുൺ ചക്രവർത്തി ആസ് വെൽ. സോ വനുട്ടു അസരംഗ കളിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കോമ്പിനേഷൻ ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ക്വിൻ്റൺ ഡീകോക്കിനെ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു റിസ്ക് ഐ വിൽ ടേക്ക്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ ആസ് ഓഫ് നൗ ഐ എം ഗോയിങ് വിത്ത് ക്വിൻ്റൺ ഡീകോക്ക്. CVC നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഈ ഒരു മാച്ചിൽ I am not expecting so much fantasy points with the bat for Sunil Narine because Mahesh Theekshana is a threat. With the ബാറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൾറൗണ്ട് വാല്യൂ കൺസിഡർ ചെയ്താൽ ഒബ്വിയസ്ലി എ ഗുഡ് ക്യാപ്റ്റൻസി ചോയ്സ് ബിക്കോസ് RRലും ഉണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ്. ഓക്കെ, യശസ്വി ജയ്സ്വാൾ ഉണ്ട്. സോ കൺസിഡറിങ് ഹിം ആസ് എ ബാറ്റ്സ്മാൻ, I am not interested in making him as my captain. But considering the all-round value, that is with the ball and 10-20 runs with the bat. കഴിഞ്ഞ മാച്ച് നമ്മൾ അക്ഷർ പട്ടേലിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത പോലെ ഐ തിങ്ക് ഹി ഗോട്ട് ഓൺലി 50-60 ഫാൻറ്റസി പോയിൻറ്റ്സ്. ഓക്കെ, അതേപോലെയാണ് ഞാൻ ഈ ഒരു മാച്ചിൽ സുനിൽ നാരായണനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഗെറ്റ് 100 ഫാൻറ്റസി പോയിൻറ്റ്സ്, ബട്ട് ഒബ്വിയസ്ലി 40-50 ഫാൻറ്റസി പോയിൻറ്റ്സ് എന്തായാലും കിട്ടും. സേഫസ്റ്റ് ക്യാപ്റ്റൻസി ചോയ്സ് ആണ്. As of now, I am going with him as my captain, but I may change this, okay, considering the situation and toss. Vice captain, as of now, I am going with Yashasvi Jaiswal. Okay, so this is my team for this match. We'll definitely make changes from this combination after toss. And all the best for this match. Again, നമ്മൾ ഫസ്റ്റ് മാച്ച് പറഞ്ഞ പോലെ തന്നെ എന്താ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഫുൾ പ്രോഫിറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് മാച്ച്.